ക്രിസ്തുവേശുവിൽ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം. നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിനായി എഫെസ്യ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം വായിക്കുന്നു. അവസാനമായി കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പ്രിയമുള്ളവരെ, ആധുനിക മനുഷ്യന്റെ ബലം അവന്റെ ബുദ്ധിയിലും വിദ്യാഭ്യാസ യോഗ്യതകളിലും ധനത്തിലും മക്കളിലുമൊക്കെയാണ്. ലൗകിക ബലത്തിന്റെ ശൂന്യത മനുഷ്യൻ മനസ്സിലാക്കുന്നത് അവന്റെ മാനുഷികമായ കഴിവുകൾ പരാജയപ്പെടുമ്പോഴാണ്. ഇസ്രായേലിന്റെ രാജാവായ ദാവീദ് ധനവാനായിരുന്നിട്ടും സുശക്തമായ സൈന്യത്തിന്റെ അധിപനായിരുന്നിട്ടും അവന്റെ ബലം എപ്പോഴും തന്റെ ദൈവമായിരുന്നു. എന്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് അവൻ പാടുന്നു. യഹോവയാം ദൈവം അവന്റെ ശരണമാണ്, അവന്റെ സങ്കേതസ്ഥാനമാണ്, അവന്റെ സഹായകനാണ്, അവന്റെ മഹത്വമുള്ള അഭയസ്ഥാനമാണ്. സങ്കീർത്തനം 18:1-2. അങ്ങനെ അവന്റെ ജീവിതത്തിന്റെ എല്ലാ അംശങ്ങളും ദൈവത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നു. എഫെസ്യ സഭയിലെ വിശ്വാസികളെ അപ്പോസ്തലനായ പൗലോസ് ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നതും ഇതുതന്നെയാണ്. അവരുടെ ബലം അവരിൽ വസിക്കുന്ന ദൈവത്തിന്റെ വലിയ ശക്തിയിൽ നിന്നാകണം. എന്തെന്നാൽ കർത്താവിന്റെ വിളി കേട്ട് അവന്റെ പരിശുദ്ധാത്മ നിറവിൽ ജീവിതം ആരംഭിച്ച് മുമ്പോട്ടു പോകുന്ന അനേകർ ക്രമേണ തങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ബലം ത്യജിച്ച് ആത്മീയ ലോകത്തിന്റെ സ്ഥാനങ്ങളിലും മാനങ്ങളിലും അധികാരങ്ങളിലും ബലം കണ്ടെത്താറുണ്ട്. ദൈവം സിംഹാസനങ്ങളിലേക്ക് ഉയർത്തുകയും ചെങ്കോലുകൾ നൽകുകയും ചെയ്തവർ ദൈവത്തെ മറന്നുകളയുമ്പോൾ ദൈവം അവരെ കഠിനമായി ശിക്ഷിക്കുമെന്നതിന്റെ മകുടോദാഹരണമാണ് ഇസ്രായേലിന്റെ 1-ാമത്തെ രാജാവായ ശൗലിന്റെ ദുരന്തപൂർണമായ അന്ത്യം. സഹോദരാ സഹോദരി, മിടുമിടുക്കരായി പഠിക്കുന്ന മക്കളിലാണോ നീ ബലം കണ്ടെത്തിയിരിക്കുന്നത്? ബുദ്ധിമുട്ടി ക്ലേശങ്ങൾ സഹിച്ച് മിച്ചം പിടിച്ച നിന്റെ സമ്പാദ്യമാണോ നിന്റെ ബലം? നീ ആശ്രയം വെച്ചിരിക്കുന്ന ലോകത്തിന്റെ ബലങ്ങൾ ക്ഷണികമാണെന്ന് നീ ഇനിയുമെങ്കിലും മനസ്സിലാക്കുമോ? ഈ സമയത്ത് യേശുവിനെ നിന്റെ ബലമാക്കുവാൻ നിനക്ക് കഴിയുമോ? എനിക്കൊന്നും പുകഴുവാനില്ല, എനിക്കൊന്നും പുകഴുവാനില്ല, എനിക്കൊന്നും പുകഴുവാനായി എന്റെ യേശുവിൻ നാമം മാത്രം. എനിക്കൊന്നും പുകഴുവാനില്ല.